ഏതാണ്ടൊരു വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് ഈ കാണുന്ന ചിഞ്ചുമോളുടെ. വയനാട്ടിൽ പഴയ വൈത്തിരിയാണ് ചിഞ്ചുവിൻ്റെ വീട്. അപ്പോൾ അവിടെ പോയപ്പോൾ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അവിടെ ബാത്റൂമിനാണെങ്കിൽ കതകും കാര്യങ്ങളൊന്നും ഇല്ല. ഈ കാണുന്നതാണ് ഇവിടെ പുറത്തുള്ള ബാത്റൂം കേട്ടോ. എപ്പോൾ ഇറങ്ങി? അപ്പോൾ നമ്മൾ ആ ചിഞ്ചുവിൻ്റെ വീട്ടിലെ ബാത്റൂമിൻ്റെ ഒരു അവസ്ഥ എനിക്ക് കാണിച്ചിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ആദ്യം മൂപ്പരൊരു കമൻറ്റാണ് ഇട്ടത്. അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാനിതിൽ കാണിക്കാം കേട്ടോ. ബാത്റൂമിൻ്റെ ഡോറ് എൻ്റെ വക അല്ലെ, അങ്ങനെയല്ലേ നിങ്ങൾ കമൻറ്റ് അയച്ചേ? അപ്പോൾ ആ കമൻറ്റിൽ മാത്രം ഒതുക്കിക്കില്ല, മൂപ്പരിവിടെ വന്ന് വർക്ക് കഴിഞ്ഞ് കേട്ടോ. ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ചെറിയൊരു സ്ഥലത്ത് പോയിട്ട് വിട്ടതാണ്. നമുക്ക് ആ ഡോറൊന്ന് ഫിറ്റ് ചെയ്ത് കാണാം. ക്യാ ഒരുപാട് സന്തോഷം കേട്ടോ. ഈ നമ്പർ തന്നെയാണ്. പക്ഷേ ആടെ ഇപ്പോൾ വിളിച്ചിട്ടാ ഒരു റേഞ്ചില്ലാത്ത സ്ഥലം, ഒരു ക്യാമ്പായി. ഇത് പിന്നെ ഇവിടെ ചൂരൽ നടന്നു. എന്താ പറയണ്ടേ, അത്രയും സന്തോഷം കേട്ടോ അല്ലേ. ഇവിടെ ഒരു ഇതിന് പകരം ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ടല്ലേ നാളെ. ഓ നിങ്ങത് കേട്ടോന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ഈ ഡോറും കാര്യങ്ങളൊക്കെ മൂപ്പർ അങ്ങനെ കൊണ്ടുപോകുന്ന കേട്ടോ. മലപ്പുറത്തുനിന്ന് വരിക ഓട്ടോ എടുത്ത്. എത്ര മണിക്ക് ഇറങ്ങിയ? ഞങ്ങളൊരു 7:30 മണിക്കാടുന്ന് ഇറങ്ങി ചുരം കയറി. ദൂരമൊന്നും പ്രശ്നമില്ല, ഞാൻ വണ്ടിയെല്ലാം എടുത്ത് വന്നില്ലേ. ഹാപ്പില്ലേ? ഓ പിന്നെ പറയാനുണ്ടാ. ഹാപ്പി എന്ന് പറഞ്ഞാൽ അത് വീഡിയോന് വേണ്ടി നമ്മൾ കാണിക്കുമെന്നല്ല, ശരിക്കും ഉള്ളെന്ന് അത്രയും സന്തോഷം തോന്നുക. കാരണം ഈ ഓരോ പ്രാവശ്യം ഈ വാതിൽ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും, അതുപോലെ മനസ്സിൽ നിങ്ങളൊരു പ്രാർത്ഥന ഉണ്ടാവും. അതിൻ്റെ അപ്പുറം പിന്നെ അതിൽ പരമൊന്നും ഇല്ലാലോ. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്താട്ടെ ഇവർ മലപ്പുറത്തുനിന്ന് വന്ന ഇതാ കട്ടിങ് മെഷീനും കാര്യങ്ങളെല്ലാം എടുത്ത് വന്നതാണ്. ഒന്നും പറയാനില്ല, എൻ്റെ കണ്ണ് അറിഞ്ഞോ കേട്ടോ. മാഷാ അല്ലാഹ്, ഇവരെ പോലെയുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് നമ്മളൊരു കാര്യങ്ങൾ പറയാനുള്ള നമുക്കുള്ള ധൈര്യം. അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ കുറേ പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്കിനി ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇവരെ സമയം ഞാൻ ലേറ്റ് ആക്കുന്നില്ല. ഒരു കടയൊക്കെ പോകാനുണ്ട്. ഉച്ചക്ക് വൈകുന്നേരം എന്തോ കല്യാണമാറ്റം, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളെ ഷോപ്പ് എവിടെയാണ് വരുന്നത്? മഞ്ചേരി, മലപ്പുറം മഞ്ചേരി. കടേൻ്റെ പേരെന്താ? സ്മാർട്ട് ഫാബ്രിക്കേഷൻ. ഇവിടെ മൂപ്പരെ നമ്പർ ഇതിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളെ വീട്ടിൽ ഫാബ്രിക്കേഷൻ്റെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തു തരും കേട്ടോ. കാരണം പിന്നെ മൂപ്പരൊക്കെ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ വർക്കിനോടുള്ള. ഈ മെഷീനെല്ലാം ആയിട്ട് ഇങ്ങനെ പോകും. ഇതിനായിട്ടുള്ള വണ്ടിയാ അല്ലേ? ഇനിയിപ്പോ എപ്പ അങ്ങ് എത്തുക? ഒരു 3-4 മണിക്കൂർ വേണ്ടി വരില്ല ഓട്ടോ ആയതുകൊണ്ട്. ഇവിടെ ഒരാളെ കാണാണ്ട് ഇനി അതും കൂടി കണ്ടിട്ട് പോവാ. നമ്മുടെ സുഹൃത്തേ പിന്നെ കണ്ടിട്ട് അങ്ങനെ പോ. കറക്റ്റ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് പണിയും തീർത്ത് ഓല് പോയിട്ടോ. മുസ്തഫ ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു നന്ദി നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ പെട്ടെന്ന് സ്പോട്ട് പരിപാടി കേട്ടോ. ഒരു ദിവസം കൊണ്ട് ഞാൻ നാളെ തന്നെ വരുന്നതെന്ന് പറഞ്ഞ് ഫിറ്റ് ചെയ്ത് മൂപ്പര പണിയും കഴിഞ്ഞ് മൂപ്പര് പോയി. അതിന് മൂപ്പർക്ക് ഒരു ദൂരം ഒരു പ്രശ്നമല്ല, ഒന്നും ഒരു വിഷയമല്ല. മലപ്പുറത്തുനിന്ന് ഓട്ടോ എടുത്തിട്ട് വയനാട് എത്തുമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അല്ലേ, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാലോ. മെല്ലെ വരാനേ പറ്റും. 3-3.5 മണിക്കൂർ ട്രാവൽ ചെയ്താണ് അവരെത്തിയത്. ഈ പിന്നെ ഡോറ് കാര്യങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടുന്ന് അത്യാവശ്യം ആ സൈസിനനുസരിച്ച് ഒരു മുറിച്ച് സെറ്റാക്കി അവിടെ ഫിറ്റ് ചെയ്ത് പരിപാടി കഴിഞ്ഞിട്ടോ. ഇതുപോലെ 4-5 ആൾക്കാർ വിചാരിച്ച
സിമ്പിളായിട്ട് തീരുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കുള്ളൂ. അവർ വലിയൊരു വിഷയമാണെന്ന് വിചാരിച്ച് വർഷങ്ങളോളം സഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് അങ്ങ് ചെയ്തു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നന്ദി മുസ്തഫാനോട് അറിയിക്കട്ടെ. ഇനിയും നമുക്ക് ഉള്ളിൽ ഒരു ഡോറ് വെക്കാനുണ്ട്. അത് പിന്നെ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഉള്ളിൽ ഓളെ ബെഡ്റൂമിന് ഒരു ഡോറില്ല കേട്ടോ, അത് വെക്കണം. ഇവർ ഫാബ്രിക്കേഷൻ വർക്കായതുകൊണ്ട് മൂപ്പരത് ചെയ്യൂല, അതിനൊരു കാർപ്പൻട്ര വർക്കാണത്, അങ്ങനെ ചെയ്യിക്കണം. പിന്നെ ഇൻഷാ അല്ലാഹ് അതിനൊക്കെ പറ്റട്ടെ. ഓപ്പൺ ചെയ്തും കൊണ്ട് ചെയ്തോളൂ. റെഡിയല്ലേ? ഡോർ സെറ്റ് അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ അല്ലേ? സന്തോഷായില്ലേ? അതെ.